മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രൊഡക്റ്റ് എന്നുള്ള പുതിയ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സിൽ പ്രധാനമായും 4 കോമ്പോണൻസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ പ്രൈസ്, ദെൻ പ്ലേസ്, ലാസ്റ്റ് വൺ പ്രൊമോഷൻ. ഈ 4 കോമ്പോണന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണന്റ് ആണ് പ്രൊഡക്റ്റ്. കാരണം പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ അവിടെ പ്രൈസിങ്ങിന്റെ ആവശ്യമില്ല, ഡിസ്ട്രിബ്യൂഷന്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ പ്രൊമോഷന്റെയും ആവശ്യമില്ല. അപ്പൊ ഈ 3 കോമ്പോണന്റും പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇത് 3 എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? പ്രൊഡക്റ്റിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫർ ചെയ്തുകൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്ന് നോക്കാം. എ പ്രൊഡക്റ്റ് ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് ദി എബിലിറ്റി ടു സാറ്റിസ്ഫൈ എ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കെൽപ്പുള്ള എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. അതായത് യൂട്ടിലിറ്റി പൊസസ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. എന്താ ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് യൂട്ടിലിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ആ കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ യൂട്ടിലിറ്റി പൊസസ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവിടെ നിങ്ങൾക്ക് ഒരു ബർഗർ കാണാം, അതുപോലെ തന്നെ ഒരു കൂൾ ഡ്രിങ്കും കാണാം. ദെൻ ഈ ബർഗറും കൂൾ ഡ്രിങ്കും പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, അവിടെ ഒരു ഹംഗ്രി ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹങ്കർ മാറ്റാൻ അയാൾക്ക് ആ ബർഗർ ഉപയോഗിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം അയാളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ വളരെ തേഴ്സ്റ്റി ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ കൂൾ ഡ്രിങ്ക് ഉപയോഗിക്കാം. ദെൻ അവിടെയും അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം അയാളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ ആ പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊഡക്റ്റ് എന്ന് വിളിക്കാം. ഇത്രയാണ് പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ബേസിക് ആയി പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ നമുക്ക് 3 ലെവലുകളാക്കി തിരിക്കാൻ വേണ്ടി പറ്റും. മിക്ക പ്രൊഡക്റ്റിനും 3 ലെവൽസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ കോർ പ്രൊഡക്റ്റ്, സെക്കൻഡ് വൺ ആക്ച്വൽ പ്രൊഡക്റ്റ്, തേർഡ് വൺ ദാറ്റ് ഈസ് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്. ഇപ്പൊ എല്ലാ പ്രൊഡക്റ്റിനും എന്തുണ്ടാവും? ഈ 3 ലെവൽസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയി നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ കോർ പ്രൊഡക്റ്റ്. എന്താ കോർ പ്രൊഡക്റ്റ് നോക്കാം. എ കോർ പ്രൊഡക്റ്റ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദി ഫണ്ടമെന്റൽ നീഡ്സ് ഓഫ് ദി കസ്റ്റമർ. കസ്റ്റമേഴ്സിന്റെ ഫണ്ടമെന്റൽ നീഡ് മീറ്റ് ചെയ്യുന്നത് എന്താണ്? കോർ പ്രൊഡക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണിന്റെ ഫണ്ടമെന്റൽ നീഡ് എന്താണ്? ദാറ്റ് ഈസ് കോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫണ്ടമെന്റൽ നീഡ് എന്താണ്? വെയർ ചെയ്യുക, ധരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിനും എന്തുണ്ടാവും? ഫണ്ടമെന്റൽ നീഡ് ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലുമുള്ള കോർ പ്രൊഡക്റ്റ് ആണ് കസ്റ്റമേഴ്സിന്റെ ഫണ്ടമെന്റൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു അംബ്രല്ലേനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതിയിൽ അംബ്രല്ല ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മഴ കൊള്ളാതിരിക്കാനാണ്. അപ്പോൾ ആ ഫണ്ടമെന്റൽ നീഡാണ് അവിടെ മീറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ മറ്റ് ഫീച്ചേഴ്സോ ഒന്നും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. അതൊന്നും കോർ പ്രൊഡക്റ്റിന്റെ ഭാഗം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഫണ്ടമെന്റൽ നീഡ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ആക്ച്വൽ പ്രൊഡക്റ്റ്. എന്താണ് ആക്ച്വൽ പ്രൊഡക്റ്റ് നോക്കാം. ദ ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് സൈസ്, കളർ ആൻഡ് അതർ സ്പെസിഫിക്കേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആക്ച്വൽ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ ടാഞ്ചിബിൾ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു അംബ്രല്ല കാണാം. ദെൻ ആ അംബ്രല്ലേനെ സംബന്ധിച്ചിടത്തോളം എന്താ അതിന്റെ പ്രത്യേകത? അതൊരു 3 ഫോൾഡ് അംബ്രല്ലയാണ്. മാത്രമല്ല അതിന്റെ കളറ് വ്യത്യസ്തമാണ്. ദെൻ മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അംബ്രല്ലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അവിടെ ഈ പ്രൊഡക്റ്റിന്റെ സൈസ്, കളറ്, മറ്റ് ഫീച്ചേഴ്സ് ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആക്ച്വൽ പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്. ദെൻ ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ അഡീഷണൽ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ഇത് വിളിക്കുന്നത്? ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പൊ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ, വാറണ്ടി ഉണ്ടെങ്കിൽ അതൊക്കെ എന്തിലാണ് വരുന്നത്? ഓഗ്മെന്റഡ് പ്രൊഡക്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ തന്നെ ഈ 3 ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കാണാം, ഒരു കളർ ടെലിവിഷൻ കാണാം. ദെൻ അതിന്റെ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. 40 ഇഞ്ച് ടെലിവിഷൻ ആണ്, കളർ ടെലിവിഷൻ ആണ്, LED മോണിറ്റർ ആണ്, ദെൻ സ്മാർട്ട് ടെലിവിഷൻ ആണ്.
ദെൻ അതിന് പുറമെ അതിന് 5 ഇയർ വാറണ്ടി ഉണ്ട്, ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്, അവർ തന്നെ വന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ ടാഞ്ചിബിൾ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന് പുറമെ അതിന്റെ അഡീഷണൽ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ ടെലിവിഷന്റെ ബേസിക് പർപ്പസ് എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ടെലിവിഷൻ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ ടി വി കാണാനാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് ഫണ്ടമെന്റൽ നീഡ് ഇവിടെ മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? മീറ്റ് ചെയ്യപ്പെടും അല്ലെ? അപ്പൊ ആ ഫണ്ടമെന്റൽ നീഡ് മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോർ പ്രൊഡക്റ്റ് വിളിക്കുന്നത്. ഇപ്പൊ ഈ ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം കോർ പ്രൊഡക്റ്റ് ആണ് അതിന്റെ ഫണ്ടമെന്റൽ നീഡ്സ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ ദെൻ അതിന്റെ മറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 40 ഇഞ്ച് ആണ്, ദെൻ കളർ ടെലിവിഷൻ ആണ്, LED മോണിറ്റർ ആണ്, സ്മാർട്ട് ടെലിവിഷൻ ആണ്, ഇങ്ങനെയുള്ള ചില ടാഞ്ചിബിൾ ഫീച്ചേഴ്സ് കൂടി അതിനുണ്ട്. അതായത് ഫണ്ടമെന്റൽ നീഡ്സ് അത് മീറ്റ് ചെയ്യുന്നുണ്ട്, അതിന് പുറമെ അതിന് ചില ടാഞ്ചിബിൾ ഫീച്ചേഴ്സും ഉണ്ട്. ഈ ടാഞ്ചിബിൾ ഫീച്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ എന്താണ് കോർ പ്രൊഡക്റ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് ആക്ച്വൽ പ്രൊഡക്റ്റ് എന്നും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിന് പുറമെ അഡീഷണൽ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 5 ഇയർ വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു ടെലിവിഷനിൽ തന്നെ നിങ്ങൾക്ക് കോർ പ്രൊഡക്റ്റ് കാണാം, അതായത് അതിൽ എന്തുണ്ട്? ബേസിക് ഫണ്ടമെന്റൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ അതിന് പുറമെ ആക്ച്വൽ പ്രൊഡക്റ്റ് കാണാം, അതിന്റെ ടാഞ്ചിബിൾ ഫീച്ചേഴ്സ് അവിടെയുണ്ട്. ദെൻ അതുപോലെ തന്നെ അതിന് ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ് കാണാം, ദെൻ അവിടെ ഇൻടാഞ്ചിബിൾ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്രയാണ് ലെവൽസ് ഓഫ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. 3 ലെവൽസ്: കോർ പ്രൊഡക്റ്റ്, ആക്ച്വൽ പ്രൊഡക്റ്റ്, ഓഗ്മെന്റഡ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം. പ്രൊഡക്റ്റിനെ നമുക്ക് 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഡ്യൂറബിലിറ്റി, സെക്കൻഡ് വൺ കൺസംഷൻ. ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി, ദെൻ നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ ഗുഡ്സ്, അതുപോലെ തന്നെ സർവീസസ്. ദെൻ ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ, ദാറ്റ് ഈസ് കൺസ്യൂമർ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എന്താ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ഡ്യൂറബിൾ പ്രൊഡക്ട്സ് ആർ ദോസ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് എ സിംഗിൾ ഓർ ഫ്യൂ യൂസ്. അതായത് വളരെ ചുരുങ്ങിയ തവണകൾ മാത്രമേ ഇത്തരം പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല, ലോങ് പീരീഡിലേക്കും ഇത്തരം നോൺ ഡ്യൂറബിൾ ഗുഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഫുഡ് ഐറ്റംസ്, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? അതായത് ഒന്നുകിൽ സിംഗിൾ യൂസ് ആണ്, അതല്ലെങ്കിൽ ചുരുക്കം തവണ മാത്രമേ അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല അത് ലോങ് പീരീഡിലേക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഇത്തരം പ്രൊഡക്റ്റിനെയാണ് അല്ലെങ്കിൽ ഇത്തരം ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ ഡ്യൂറബിൾ ഗുഡ്സ് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ദാറ്റ് ഈസ് ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്കറിയാം. ദാറ്റ് ഈസ് ഡ്യൂറബിൾ പ്രൊഡക്ട്സ് ഓർ ഡ്യൂറബിൾ ഗുഡ്സ് ആർ ദോസ് ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ദാറ്റ് ലാസ്റ്റ് ലോങ്ങർ ഓർ ദേ ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഈവൻ ആഫ്റ്റർ റിപ്പീറ്റഡ് യൂസ്. അതായത് റിപ്പീറ്റഡ് ആയി എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫർണിച്ചർ എന്ന് പറയുന്നത് എന്താണ്? സോപ്പിനെയോ ടൂത്ത് പേസ്റ്റിനെയോ പോലെ അല്ല. കാരണം അത് നമുക്ക് ഒരുപാട് തവണ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ലോങ് പീരീഡിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അത്തരം ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഡ്രസ്സിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ദെൻ ഡ്രസ് ഇപ്പൊ ഫർണിച്ചറിന്റെ അത്രയൊന്നും ഡ്യൂറബിൾ ആയിരിക്കില്ല, പക്ഷെ എങ്കിൽ പോലും ഡ്രസ്സിനെ ഡ്യൂറബിൾ ഗുഡ്സ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ എന്താണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്, എന്താണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, തേർഡ് വൺ ദാറ്റ് ഈസ് സർവീസ്. എന്താണ് സർവീസ് നോക്കാം. ദീസ് ആർ ദി ആക്ടിവിറ്റീസ്, ബെനിഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഫോർ സെയിൽ. അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കെൽപ്പുള്ള ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർവീസസ് എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ആക്ടിവിറ്റീസ് ആവാം, ബെനിഫിറ്റ്സ് ആവാം. ഓക്കെ, എന്താ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? അത് ഇൻടാഞ്ചിബിൾ ഫോമിലാണ് ഉണ്ടാവുക. നമുക്ക് കാണാനോ തൊടാനോ സാധ്യമല്ല, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസ് നമുക്ക് കാണാനോ തൊടാനോ പറ്റില്ല. ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റും. ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? സർവീസ് ആണ് കിട്ടുന്നത്. ദെൻ ഓട്ടോമൊബൈൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, റിപ്പയർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? സർവീസ് ആണ് കിട്ടുന്നത്. അപ്പൊ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ആക്ടിവിറ്റീസ്, ബെനിഫിറ്റ്സ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഫോർ സെയിൽ. ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ
ഇൻ നേച്ചർ. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി നമുക്ക് ഗുഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും: ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ, സർവീസസ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഓൺ ദ ബേസിസ് ഓഫ് കൺസംഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ കൺസ്യൂമർ ഗുഡ്സ്. എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് നോക്കാം. കൺസ്യൂമർ പ്രൊഡക്ട്സ് ആർ ദോസ് വിച്ച് ആർ മെന്റ് ഫോർ ഡയറക്റ്റ് കൺസംഷൻ ഓർ ഫൈനൽ യൂസ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് ഡയറക്റ്റ് കൺസംഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഫൈനൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇത്തരം ഗുഡ്സ് നമ്മൾ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആ റോ മെറ്റീരിയലിനെ കൺസ്യൂമർ ഗുഡ്സ് ആയി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതെന്തല്ല? കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് അല്ല. അതുകൊണ്ട് തന്നെ അതിനെ കൺസ്യൂമർ ഗുഡ്സ് ആയി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല, ഇത്തരം കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ പേഴ്സണൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ബിസിനസ് പർപ്പസിനല്ല എന്നുള്ളത് കൂടി ഓർക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഡ്രസ്സ്, വാച്ച്, സോപ്പ്, ഇതൊക്കെ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡ്രസ്സ് നമ്മൾ ഡയറക്റ്റ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വാച്ച് ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയാണ്. സോപ്പ് കൺസംഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല? മറ്റൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. എന്താണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആർ ദോസ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദി ബിസിനസ് യൂസേഴ്സ് ആസ് ഇൻപുട്ട് ഫോർ ഫർദർ കൊമേഴ്ഷ്യൽ പ്രോസസ്സിംഗ്. അതായത് നേരത്തെ കൺസ്യൂമർ ഗുഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ ഗുഡ്സ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ കേസിൽ നേരെ തിരിച്ചാണ്. അത് ഡയറക്റ്റ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് അല്ല, പകരം അത് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങുകയാണ്. അപ്പൊ നിങ്ങൾ സോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ സോപ്പ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നല്ല, അത് ഡയറക്റ്റ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പൊ അതിനെ നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആയി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ പോലെ സ്പെയർ പാർട്സ് പോലെയുള്ള ഗുഡ്സിനെയാണ് ഇത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പ്രൊഡക്റ്റിന്റെ ബേസിക് കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു, ലെവൽസ് ഓഫ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതിൽ 2 ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് കൺസംഷൻ, അതുപോലെ തന്നെ ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറബിലിറ്റി പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ അവസാനം പഠിച്ചത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. കൺസ്യൂമർ ഗുഡ്സിന് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.